ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് നല്ല വാക്യങ്ങളാണ് പറയണത്. യാത്രികൻ്റെ സത്രവാസം പോലെയാകണം ജീവിതം. ഭൂമി ഒരു സത്രം. രാത്രി കഴിച്ചുകൂടാൻ, വിശ്രമിക്കാൻ, ഭക്ഷണം കഴിക്കാൻ എല്ലാം കഴിഞ്ഞ് ജീവിത ഭാണ്ഡവുമായി പ്രഭാതത്തിൽ സഞ്ചാരം തുടരാം. സത്രത്തിൽ അതിഥിയായി ഏറെക്കാലം കഴിയാനാകില്ല. എന്നാൽ ആതിഥേയൻ അവിടെ തന്നെ ഉണ്ടാകും. അത് നോക്കി നടത്തി എൻ്റെ ഭാവം അതിഥിയുടെയോ ആതിഥേയൻ്റെയോ എന്ന് കണ്ടെത്തുക. ഭൂമിയാകുന്ന സത്രത്തിൽ നിന്ന് പലതും കട്ടുകൊണ്ടു പോകാനുള്ള വെപ്രാളത്തിലാണ് നാം. കക്കാം, പക്ഷേ ഇത്തിരി കാലത്തേക്ക് മാത്രമാണത്. പിന്നെ അതും കൈവിടേണ്ടി വരും. അറിയുക, യാതൊന്നും ആവശ്യമില്ലാതിരിക്കുന്നവനാണ് സർവവും സ്വന്തമായിരിക്കുന്നത്. സർവം ത്യജിച്ചാൽ സർവത്തിൻ്റെയും യജമാനനാകും. ഒന്നിലും മമത കാട്ടാതിരുന്നാൽ സായുജ്യമാകും. ജനിമൃതികളുടെയും ശോകഹർഷങ്ങളുടെയും അനന്തവൃത്തത്തിൽ ഒരുവൻ ചാടാതിരുന്നാൽ അത് മഹാനിർവാണമാണെന്ന് സെൻ ഗുരുക്കന്മാർ. ബുദ്ധ കവിതകളിലൊന്നിൽ ഇങ്ങനെ പാടുന്നു: ജീവിക്കുമ്പോൾ മരിച്ച ഒരാളാകുക, പൂർണ്ണമായും മരിച്ച ഒരാളാകുക, പിന്നെ ആഗ്രഹം പോലെ പെരുമാറുക, അപ്പോൾ സർവവും നന്മയായിരിക്കും. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നുവെന്ന് പൗലോസ്. ഫിലിപ്പി 1:21. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ എല്ലാ സ്വാർത്ഥങ്ങളുടെയും പരമാന്ത്യ പ്രമാണമാണത്. ക്രിസ്തുവിനെ പ്രതി സകലതും ഞാൻ നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഫിലിപ്പി 3:18. ഇഷ്ടായോ? താങ്ക് യു.